ഹരേ ബ്രഹ്മാർപ്പണമസ്തു. എല്ലാവരും സുഖമായിട്ടിരിക്കണോ എന്നുള്ള ശുഭചിന്തനത്തോടുകൂടി ഒരുപാട് പേരുടെ സംശയത്തിനിടയാക്കിയ ഒരു അറിവിനെക്കുറിച്ചാണ് ഇന്നത്തെ പ്രതിപാദ്യം. നല്ല ജോലിയുണ്ട്, ആയുസ്സിന് ദോഷങ്ങളൊന്നുമില്ല, രോഗങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ വാസ്തുശാസ്ത്രപ്രകാരം നിർമ്മിച്ച ഭവനമാണ്, അതുകൊണ്ട് അങ്ങനെയും കുഴപ്പമില്ല. പക്ഷേ ഗ്രഹനിർമ്മിതി ചെയ്ത് ഗ്രഹത്തിൽ താമസമായ നാൾ മുതൽ ധനം നിൽക്കണില്ല, അതുപോലെ സ്വസ്ഥത ഇല്ല, രോഗങ്ങളില്ല, പക്ഷേ അന്യാധീനമായിട്ടുള്ള ധനച്ചെലവ്, ഹോസ്പിറ്റലുകൾ കയറിയിറങ്ങുക തുടങ്ങി ഇത്യാദി വിഷയങ്ങളാൽ ദുരിതമനുഭവിക്കണം സജ്ജനങ്ങൾ ഒരുപാട് പേരുണ്ട്. ഇതിൻ്റെ കാരണം എന്താണെന്ന് മനസ്സിലാവാതെ ഇനി പരദേവതാ കോപമാണോ അല്ലെങ്കിൽ ദേശദേവത പ്രകാരമുള്ള ദൂഷ്യവശങ്ങളാണോ, ഇനി അതുമല്ലെങ്കിൽ ശത്രുഭാവത്തിലുള്ള ദോഷക്രിയകളാൽ ഉളവായിരിക്കുന്ന അവസ്ഥകളാണോ എന്നൊക്കെ ചിന്തിക്കുന്ന പല സജ്ജനങ്ങളുമുണ്ട്. അന്നേരം ഇവയൊന്നുമല്ല ഇതിൻ്റെ കാരണം. നമ്മൾ ഗ്രഹം നിർമ്മിച്ചു കഴിഞ്ഞാൽ വാസ്തുവിധി പ്രകാരമാണ് ഗ്രഹനിർമ്മിതി എന്നുണ്ടെങ്കിൽ ശ്രദ്ധയോടുകൂടി ആ ഗ്രഹ പ്രവേശനം ചെയ്യുന്നതിന് മുമ്പായിട്ട് അനുഷ്ഠിക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. പൂർണ്ണമായിട്ടും അത് ഏവരും ശ്രദ്ധിക്കണമെന്നില്ല. നമ്മൾ മേടിച്ച വസ്തു ആകട്ടെ, അല്ലെങ്കിൽ നമുക്ക് പൗരാണികമായിട്ട് അച്ഛനമ്മ തായ് വഴിയിൽ നിന്ന് കിട്ടിയ വസ്തു ആയിക്കോട്ടെ, ഏതൊരു വസ്തു ആയിക്കോട്ടെ, ആ വസ്തുവിലേക്ക് ഗ്രഹനിർമ്മിതി തുടങ്ങണ മാത്രയിൽ പരിപൂർണമായിട്ട് അതിനെ സമചതുരത്തിലാക്കണം. സമചതുരത്തിലാക്കിക്കൊണ്ട് അതിൻ്റെ ഒത്ത നടുഭാഗം മധ്യത്തിലായിരിക്കണം ഗ്രഹത്തിൻ്റെ നിലനിൽക്കുന്ന ശ്രദ്ധേയസ്ഥാനം. നടുമധ്യത്തിലായിരിക്കണം. 4 വശവും ഒരേപോലെ ആയിരിക്കണമെന്നാണ് ഗ്രഹത്തിൻ്റെ. കിഴക്ക് ദിക്ക്, പടിഞ്ഞാറ് ദിക്ക്, വടക്ക് ദിക്ക്, തെക്ക് ദിക്ക്, അങ്ങനെ 4 വശവും ഒരേപോലെ വീതി ഉളവായിരിക്കണം. അത് വാസ്തുശാസ്ത്രപ്രകാരമുള്ളതാണ്. ഇനിയിപ്പോൾ അങ്ങനെ നമുക്ക് സാധിച്ചില്ല എങ്കിലും ഈ ഗ്രഹനിർമ്മിതി തുടങ്ങിയ മാത്രയിൽ നമ്മുടെ നയനാരവിന്ദങ്ങൾ കൊണ്ട് ദർശിക്കുവാൻ സാധിക്കാത്ത ഒട്ടേറെ ജീവിവർഗങ്ങൾ വസിച്ചിരുന്ന ഭൂമിയാണത്. ആയതുകൊണ്ട് തന്നെ നമ്മൾ വാസസ്ഥാനമാക്കുമ്പോൾ അല്ലെങ്കിൽ വസിക്കണ ഭൂമിയാക്കുമ്പോൾ വാസയോഗ്യമാക്കണം. അങ്ങനെ വാസയോഗ്യമാക്കണമെങ്കിൽ അതിനെന്ത് ചെയ്യണം? ഗ്രഹനിർമ്മിതി കഴിയണ മാത്രയിൽ ഗ്രഹപ്രവേശനത്തിന് മുൻപായിട്ട് വാസ്തുബലി അനുഷ്ഠിക്കുക. വാസ്തുബലി അനുഷ്ഠിച്ച് സ്ഥലശുദ്ധി ചെയ്യുക. ഈ സ്ഥലശുദ്ധി ചെയ്താൽ മാത്രമേ, നമുക്കറിയാം പല ഭൂമിയിലും പല വിധാനത്തിലുള്ള ദോഷങ്ങളുണ്ട്. ഒന്ന്, സന്തതി പരമ്പര ശ്രദ്ധേയമാകാത്ത ഭൂമി. ആ ഭൂമിയിൽ വസിച്ചു കഴിഞ്ഞാൽ സസ്യങ്ങളുണ്ടാകുകയില്ല. അതല്ലെന്നുണ്ടെങ്കിൽ പക്ഷി ജന്തുജാലങ്ങളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് മരിച്ചു വീഴുക, അങ്ങനെ തുടങ്ങിയ ഒട്ടേറെ ശാപങ്ങൾ ആ ഭൂമിയിലുണ്ട്. അതിന് ഇതിനെയെല്ലാം പരിപൂർണമായിട്ട് നമ്മൾ ഇല്ലാതെയാക്കണം.
പിന്നെ ചില ഭൂമിയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്വസ്ഥത കിട്ടുകയില്ല, പലരാഗ്രഹിച്ച ഭൂമിയായിരിക്കാം. അങ്ങനെ വരുമ്പോഴും അതിനകത്ത് വസിക്കുന്ന സജ്ജനങ്ങൾക്ക് പൂർണ്ണത വരണമെന്നില്ല. ഇനി മറ്റൊരു വിധാനത്തിൽ നോക്കുകയാണെങ്കിൽ പ്രേതഭാവത്തിൽ അല്ലെ ബാധാഭാവത്തിൽ ശരീരം മറവ് ചെയ്ത സ്ഥാനങ്ങൾ ഒക്കെ ആയിരിക്കാം. മുക്തി കിട്ടാതെയുള്ള മരണം, അല്ലെങ്കിൽ ആയുസ് ഒടുങ്ങുന്ന ആ അവസ്ഥയിലെത്താതെ അതിനു മുമ്പേ മരണമടഞ്ഞ ശരീരത്തെ മറവ് ചെയ്ത സ്ഥാനം, അതേപോലെ അസ്ഥികൾ തുടങ്ങിയിട്ടുള്ള മനുഷ്യഭാവത്തിലുള്ളയും മൃഗഭാവത്തിലുള്ളയും അവയവ ഭാവത്തിലുള്ള ദ്രവ്യങ്ങൾ കിടക്കുന്ന സ്ഥാനം, അവരങ്ങനെയുള്ളിടത്തൊക്കെ ശുദ്ധി എന്നുള്ളൊരു ഭാവമില്ല. ഇതിനാണ് വാസ്തുബലി അല്ലെ ചെയ്ത് ശുദ്ധീകരിക്കണമെന്ന് പറയുന്നത്. വാസ്തുശുദ്ധി നടത്തി വാസ്തുബലി ചെയ്ത് അവിടെ വാസയോഗ്യമാക്കിയതിന് ശേഷം ഗ്രഹപ്രവേശനത്തിനായി ഗണേശ്വരനെ ശ്രദ്ധേയമാക്കി ഗണപതി ഹവന അനുഷ്ഠിക്കണം. ശേഷം അന്നേ ദിവസം തന്നെ ഉത്തമമായിട്ടുള്ള വിധിപ്രകാരമുള്ള ഭഗവതി സേവ, വിഘ്നങ്ങൾ ഒഴിവാകണം, ശ്രീ വന്നു ചേരണം, ഐശ്വര്യം വന്നു ചേരണം, അതിന് ഭഗവതി സേവ ഉത്തമമാണ്. അവർ ഈ 3 കർമ്മങ്ങളാണ് അനുഷ്ഠിക്കേണ്ടുന്നത്. ഇത് അനുഷ്ഠിക്കാതെ എത്ര വാസ്തു മുഖേന വെച്ചിരിക്കണ ഭവനമാണെങ്കിലും അങ്ങനെയുള്ള ഭവനങ്ങളിൽ എന്നും ദുരിതമായിരിക്കും, ധനച്ചിലവായിരിക്കും, രോഗങ്ങളായിരിക്കും. കാരണം അവിടെ ഒട്ടേറെ പാപത്വങ്ങൾ അടങ്ങിയിരിക്കണം. കണ്ണിന് കാണുവാൻ സാധിക്കാത്തതും അതല്ലെങ്കിൽ ശ്രവിക്കുവാൻ പറ്റാത്തതൊക്കെ ആയിട്ടുള്ള, അങ്ങനെ അതിനെയെല്ലാം ഉന്മൂലനം ചെയ്തുകൊണ്ട് വേണം നമ്മളവിടെ വാസയോഗ്യമാക്കി ആ ഭവനത്തിൽ വസിക്കുവാൻ. അങ്ങനെ വസിച്ചാൽ മാത്രമേ. ഇനിയിപ്പം ഇത് നമ്മൾ ചെയ്തില്ല എന്ന് വെച്ചോളൂ, നല്ല ജോലിയും നല്ല രീതിയിലുള്ള ധനവും യഥേഷ്ടം നമ്മൾ മറ്റാരുടെയും ദ്രോഹമില്ലാതെ നമ്മൾ അന്വേഷിച്ച് കഴിയണുണ്ട്. പക്ഷേ സ്വസ്ഥത, ദുരിതം, കടം പെരുകുക, ഇതൊക്കെയാണ് നിങ്ങളുടെ ഭവനത്തിൽ ഉളവാകണത് എന്നുണ്ടെങ്കിൽ സംശയമൊന്നും വേണ്ട, കൃത്യമായിട്ടും വാസ്തുവിൽ അങ്ങോട്ട് അനുഷ്ഠിക്കുക. വാസ്തുവിനെ ശുദ്ധീകരിച്ച് ശ്രദ്ധേയമായിട്ടുള്ള ഭാവത്തിൽ വാസ്തുപുരുഷന് ബലി കൊടുത്ത് ശേഷം ഒരു ഗണേശ്വര പൂജനം, ഒരു ഭഗവതി സേവ, ഇത്രയും അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കുളവായിരിക്കണ ദുഃഖ ദുരിതങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ ആ വസ്തുവിൽ താമസിക്കുന്ന പ്രകാരമുള്ള ദോഷങ്ങളിൽ നിന്ന്, ദുരിതങ്ങളിൽ നിന്ന് നമുക്ക് മോചിതമാകാവുന്നതാണ്. ഇനി മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ചിലർ പറയും നാഗങ്ങൾ വസിച്ച മണ്ണാണ്, അത് ദോഷമാണ്. ഒരിക്കലുമല്ല, നാഗം വസിച്ച മണ്ണ് ഏറ്റവും ശുദ്ധമാണ്. ഈ കാവുകളുടെ അടുക്കലൊക്കെ താമസിക്കുക, അതൊക്കെ ഏറ്റവും നല്ലതാണ്. പക്ഷേ ശുദ്ധിയും വൃദ്ധിയും അനിവാര്യ. കാരണം എന്താ, ആവാസ വ്യവസ്ഥിതിക്ക് കോട്ടം വരാതെയുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾ പോലെ ആയിരിക്കും ആ ഗ്രഹത്തിൽ ഐശ്വര്യം നിലകൊള്ളുക. ഒരു ആവാസ വ്യവസ്ഥിതിക്ക് അനുസൃതമായിട്ടുള്ള ശ്രദ്ധേയമായിട്ടുള്ള ജീവിത രീതി ആയിരിക്കണം. ഒരു വാസ്തുപുരുഷന് ബലി കൊടുക്കുക, അതേപോലെ നല്ല
പ്രാർത്ഥനകളാൽ മുഖരിതമാകുക. 5 സന്ധ്യകളിൽ 3 സന്ധ്യകൾ പ്രാതിനിധ്യമുള്ളതാണ്. ആ സന്ധ്യകളിൽ ഏതെങ്കിലും സന്ധ്യകളിൽ നാമജപമുളവാകണം. കുറച്ചു നേരമെങ്കിലും അഗ്നി കൊണ്ടുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. മാസത്തിൽ ഒരു പൊങ്കാലയിടുക, ഗ്രഹനാഥൻ്റെ പേരിലോ അല്ലെ ജന്മനക്ഷത്രം വരുന്ന ദിനഭാവത്തിലോ അല്ലെങ്കിൽ ഗ്രഹനാഥയുടെ ജന്മനക്ഷത്രത്തിലോ, അതുമല്ലെങ്കിൽ ആദ്യത്തെ ഞായറാഴ്ച അല്ലെങ്കിൽ അവസാനത്തെ ഞായറാഴ്ച, ഇങ്ങനെയുള്ള ദിനമെടുത്തുകൊണ്ട് പൊങ്കാല സമർപ്പിക്കണം. കാരണം ശുദ്ധീകരിക്കുവാൻ ഏറ്റവും വ്യക്തമായിട്ടുള്ള ഒരു ഉപാധിയാണ്. അങ്ങനെ പൊങ്കാല ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തുള്ള ജീവികൾക്ക് ഭക്ഷണം കൊടുക്കുക, ആ പൊങ്കാല ഇട്ട നിവേദ്യം കൊടുക്കുക. പിന്നെ നമ്മൾ വസിക്കുന്ന ആ ഭൂമിയിൽ ഒട്ടനവധി ചെറു ജീവികൾ വസിക്കണമുണ്ട്. എറുമ്പ് തൊട്ട് അങ്ങട് ഉള്ള, അതിനൊക്കെ ഒരു നേരത്തെ ഭക്ഷണമാകുവാൻ ഉള്ള ദ്രവ്യങ്ങൾ നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥാനഭാവത്തിൽ നിക്ഷേപിക്കുക. നമുക്ക് ഏറ്റവും നല്ല രീതിയിലുള്ള ജീവിത യാഥാർത്ഥ്യങ്ങളെ ശ്രദ്ധേയമാക്കുവാൻ ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് ഉപാധികൾ ചെയ്യുക. അതിങ്ങനെ ചെയ്യുക വഴി നമുക്ക് നഷ്ടങ്ങളൊന്നും വന്നു ചേരുകയില്ല. അഭിവൃദ്ധി മാത്രമേ, ഉയർച്ച മാത്രമേ വന്നു ചേരുകയുള്ളൂ. കൊടുക്കും തോറും ഇരട്ടിക്കും, ഇരട്ടിക്കും തോറും കൊടുത്തുകൊണ്ടിരിക്കുക. ഇത് നമ്മളൊന്ന് മനസ്സിൽ വയ്ക്കുക. അരെ ഇപ്രകാരം ഒന്ന് ചെയ്തു നോക്കിക്കോളൂ. പലരുടെയും സംശയങ്ങൾ, ഇനി ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതൊരു മറ്റൊരു വശത്തിലേക്ക് ചെന്ന് ചേരുമോ എന്നുള്ളൊരു ചിന്തയുണ്ട്. ഒരിക്കലും ഇല്ല. ധൈര്യമായിട്ട് ചെയ്യുക. നമ്മളെപ്പോലെ തന്നെയുള്ള ജീവനുകളാണ് ഈ പ്രപഞ്ചത്തിലെല്ലാം നിലകൊള്ളണത് എന്നുള്ളത് ഒന്ന് വ്യക്തമായി മനസ്സിലാക്കിയാൽ മാത്രം മതി. ഇപ്രകാരം ഒന്ന് അനുഷ്ഠിച്ചു നോക്കുക. അന്നേരം വാസ്തുവിൽ അതിപ്രാധാന്യമുള്ളതാണ്. അതുപോലെ തന്നെ മാസത്തിൽ പൊങ്കാലയിടുക എന്നുള്ളതും പ്രാധാന്യമുള്ളതാണ്. അങ്ങനെയുള്ള ഭവനങ്ങളിലെ ഐശ്വര്യമുളവാകുകയുള്ളൂ. പിന്നെ ബാക്കിയുള്ള സാഹചര്യങ്ങളിൽ ക്ഷേത്ര ദർശനങ്ങൾ, നമ്മുടെ മാതൃക്ഷേത്രം, ധർമ്മക്ഷേത്ര ദർശനങ്ങൾ, ദേശദേവത ക്ഷേത്ര ദർശനങ്ങൾ, അടുത്തുള്ള കാവുകളിൽ ദർശനം ചെയ്ത് അവിടത്തേക്ക് വേണ്ടുന്ന വഴിപാടുകൾ അനുഷ്ഠിക്കുക. ഇതൊക്കെ ഉത്തമമായിട്ടുള്ള ജീവിതമാർഗങ്ങൾക്ക് ഗുണത്തെ പ്രതിനിധാനം ചെയ്യുന്നതാണ്. ഇപ്രകാരം ഒന്ന് ചെയ്തു നോക്കുക. വളരെയധികം നമ്മുടെ മനസ്സിനും ശരീരത്തിനും ആത്മാവിനും ഗുണത്തെ പ്രതിനിധാനം ചെയ്യണ കർമ്മവിധാനങ്ങളാണ്. അതിനെ ശ്രദ്ധയോടുകൂടി ആചരിക്കുക. അന്നേരം വീഡിയോ ഏവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുള്ളവർ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വന്നു ചേരുന്നതാണ്. അതിനെ മറക്കാതെ അനുഷ്ഠിക്കുക. അടുത്ത മനോഹരമായ മറ്റൊരു വീഡിയോയുമായി വരും വരെ ഏവർക്കും നന്ദി, നമസ്കാരം.